നിങ്ങളുടെ മാസശമ്പളം നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ കൊല്ലുകയാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം തോന്നാം, പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം. നമ്മൾ ജീവിക്കുന്നത് ഒരു മിഡിൽ ക്ലാസ് സുരക്ഷിതത്വത്തിന്റെ മിഥ്യയിലാണ്. ഒരു നിശ്ചിത വരുമാനവും ചെറിയ ചിലവ് ചുരുക്കലും ബാങ്ക് ബാലൻസും നമ്മളെ സുരക്ഷിതരാക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നു. എന്നാൽ ഈ 9 to 5 ട്രാപ്പ് നിങ്ങളുടെ സാമ്പത്തിക വളർച്ചയെ എങ്ങനെ ഇല്ലാതാക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അടുത്ത 15 മിനിറ്റിൽ ജോലി ഇഷ്ടപ്പെടാതെ തുടരുന്നതുകൊണ്ട് നിങ്ങളുടെ ഫ്യൂച്ചർ അക്കൗണ്ടിൽ സംഭവിക്കുന്ന വലിയ നഷ്ടങ്ങളും അതിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാമെന്നും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കും. കണക്കുകൾ കാണിക്കുന്നത് ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് കുടുംബങ്ങളുടെ ചെലവ് കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 35% വർദ്ധിച്ചു എന്നാണ്. വേൾഡ് എക്കോണമിക് ഫോറത്തിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് സാധാരണക്കാരുടെ സേവിങ്സ് അടുത്ത 5 വർഷത്തിനുള്ളിൽ പകുതിയായി കുറയും എന്നാണ്. അതായത് പണപ്പെരുപ്പം നിങ്ങളുടെ സമ്പത്തിനെ നിശബ്ദമായി കവർന്നെടുക്കുന്നു. ഈ വീഡിയോയിൽ നിങ്ങൾ 3 പ്രധാന കാര്യങ്ങൾ മനസ്സിലാക്കും. ഒന്നാമതായി, ജോലി ഇഷ്ടപ്പെടാതെ തുടരുമ്പോൾ നിങ്ങളുടെ കരിയർ ഗ്രാഫിന് എന്ത് സംഭവിക്കുന്നു? രണ്ടാമത്, മിഡിൽ ക്ലാസ് ട്രാപ്പ് എന്തുകൊണ്ട് നിങ്ങളുടെ സമ്പാദ്യത്തെ ബാധിക്കുന്നു? 3, ഇതിൽ നിന്നും പുറത്തു കടക്കാനുള്ള കൃത്യമായ ആ റോഡ് മാപ്പ് എന്താണ്? അതിനു മുൻപ് വീഡിയോയുടെ അവസാനം ഞാനൊരു കാര്യം പറയാം. ശതകോടീശ്വരന്മാർ മാത്രം ഉപയോഗിക്കുന്ന ആ ഒരു സീക്രട്ട്. ഇനി കാര്യത്തിലേക്ക് വരാം. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ഇഷ്ടമല്ലേ? എങ്കിൽ നിങ്ങൾ വെറും സമയം വിൽക്കുകയല്ല ചെയ്യുന്നത്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷങ്ങൾ വിൽക്കുകയാണ്. ജോലി ഇഷ്ടമില്ലാതെ തുടരുമ്പോഴുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് വരുമാനത്തിന്റെ വളർച്ചയെ തടയുന്നു എന്നതാണ്. 2024 ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് നടത്തിയ ഒരു പഠനത്തിൽ കണ്ടെത്തിയത് തങ്ങളുടെ ജോലിയിൽ അസംതൃപ്തരായ ജീവനക്കാരുടെ ഉൽപാദനക്ഷമത അഥവാ പ്രൊഡക്ടിവിറ്റി 40% കുറവാണെന്നാണ്. ഇത് അവരുടെ പ്രൊമോഷനുകളെയും ബോണസുകളെയും നേരിട്ട് തന്നെ ബാധിക്കുന്ന കാര്യമാണ്. ചുരുക്കത്തിൽ, ജോലി ഇഷ്ടമില്ലാതെ ചെയ്യുന്ന നിങ്ങൾക്ക് യാതൊരു വളർച്ചയും ഉണ്ടാവാൻ പോകുന്നില്ല, ശമ്പളം കൂടാൻ പോകുന്നില്ല. ഇത് വീണ്ടും നിങ്ങൾക്ക് ജോലിയോടുള്ള വെറുപ്പ് കൂട്ടുകയും ചെയ്യുന്നു. ഇതൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. രാഹുൽ എന്നൊരു പ്രൊഫഷണൽ, അദ്ദേഹത്തിന് തൻ്റെ ജോലി ഇഷ്ടമല്ല, പക്ഷെ സുരക്ഷിതമായ ശമ്പളമായതുകൊണ്ട് അദ്ദേഹം അത് തുടരുന്നു. ഈ സുരക്ഷിതത്വം അദ്ദേഹത്തിനെ പുതിയ സ്കില്ലുകൾ പഠിക്കുന്നതിൽ നിന്നും പുതിയ സംരംഭങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്നും തടയുന്നു. 5 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശമ്പളം 20% വർദ്ധിക്കുമ്പോൾ ജീവിത ചെലവ് 50% വർദ്ധിക്കുന്നു. യഥാർത്ഥത്തിൽ രാഹുൽ സാമ്പത്തികമായി പിന്നോട്ട് പോവുകയാണ്. നിങ്ങൾക്കിതിൻ്റെ അർത്ഥം മനസ്സിലായോ? സുരക്ഷിതത്വം എന്ന് നിങ്ങൾ കരുതുന്ന ഈ ജോലി യഥാർത്ഥത്തിൽ ഒരു റിസ്ക് ആണ്. ഇനി ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം. നമ്മൾ എന്തിനാണ് ജോലി ചെയ്യുന്നത്? ജീവിക്കാൻ വേണ്ടിയോ അതോ ജോലി ചെയ്യാൻ വേണ്ടി ജീവിക്കാനോ? ആ ചോദ്യത്തിന് ഉത്തരമാണ് നിങ്ങളുടെ അടുത്ത ഘട്ടം. ഇതുവരെ കേട്ടത് ഒരു ആമുഖം മാത്രമാണ്. അടുത്ത ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ട്രാപ്പിൽ നിന്ന് പുറത്തു വരാൻ ശതകോടീശ്വരന്മാർ ഉപയോഗിക്കുന്ന രീതികളെക്കുറിച്ചാണ്. ഇതുവരെ ഞാൻ പറഞ്ഞതെല്ലാം സുരക്ഷിതമല്ലാത്ത ജോലികളെക്കുറിച്ചും അതിൻ്റെ മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു യഥാർത്ഥ ചിത്രം കാണിക്കാൻ പോകുകയാണ്. പലരും കരുതുന്നത് വരുമാനം വർദ്ധിപ്പിച്ചാൽ പ്രശ്നം തീരുമെന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. പ്രശ്നം നിങ്ങളുടെ മാനസികാവസ്ഥയിലാണ്. എല്ലാവരും കരുതുന്നത് കഠിനാധ്വാനം ചെയ്താൽ മാത്രം മതി, വിജയം ഉറപ്പാണെന്നാണ്. പക്ഷേ അതിനോട് യോജിക്കാൻ സാധിക്കില്ല. കഠിനാധ്വാനം മാത്രം പോരാ, അതിനൊപ്പം ശരിയായ ദിശയിലുള്ള ചിന്തയും കൂടി വേണം. ഈ മിഡിൽ ക്ലാസ് ട്രാപ്പിൽ കുടുങ്ങിപ്പോകുന്നവർക്ക് ഒരേ ഒരു രക്ഷാമാർഗം തങ്ങളുടെ വരുമാന സ്രോതസ്സുകളെ വൈവിധ്യവൽക്കരിക്കുക എന്നതാണ്. നിങ്ങൾ ജോലി ചെയ്യുന്നതിനൊപ്പം തന്നെ പുതിയ സ്കില്ലുകൾ വികസിപ്പിക്കുകയും അസറ്റുകൾ നിർമ്മിക്കുകയും വേണം. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ആ രഹസ്യം ഓർക്കുന്നുണ്ടോ? അത് മറ്റൊന്നുമല്ല, ലീവറേജ് അഥവാ പവർ ഓഫ് കോമ്പൗണ്ടിങ് ആണ്. പണത്തെ കൊണ്ട് പണം ഉണ്ടാക്കിക്കുക എന്നത് മാത്രമാണ് മിഡിൽ ക്ലാസ് ട്രാപ്പിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരേ ഒരു വഴി. നിങ്ങളുടെ പണം എവിടെയാണ് കിടക്കുന്നത് എന്നത് പ്രധാനമല്ല, നിങ്ങളുടെ ചിന്ത എവിടെ കിടക്കുന്നു എന്നതാണ് പ്രധാനം. ഇതിനായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1, 30% റൂൾ പാലിക്കുക. നിങ്ങളുടെ വരുമാനത്തിൻ്റെ 30% നിക്ഷേപിക്കുക. അത് സ്റ്റോക്കുകളോ മ്യൂച്വൽ ഫണ്ടുകളോ അല്ലെങ്കിൽ സ്വന്തം ബിസിനസ്സോ എന്തുമാകാം. 2, സ്കില്ലുകൾ അപ്ഗ്രേഡ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ജോലി ഇഷ്ടമല്ലെങ്കിലും അടുത്ത 6 മാസത്തേക്ക് പുതിയ എന്തെങ്കിലും ഒരു സ്കില്ല് പഠിക്കുക. അത് നിങ്ങളുടെ വരുമാന സാധ്യത വർദ്ധിപ്പിക്കും. 3, എമർജൻസി ഫണ്ട് നിർമ്മിക്കുക. 6 മാസത്തെ ചെലവുകൾക്കുള്ള തുക എപ്പോഴും ലിക്വിഡായി സൂക്ഷിക്കുക. ഇത് ജോലി ഉപേക്ഷിക്കാനുള്ള ധൈര്യം കൂടി തരും. ഇനിയുള്ളത് സൈഡ് ഹസിൽ ആരംഭിക്കുക. ജോലിക്ക് ശേഷം ദിവസവും 1 മണിക്കൂർ നിങ്ങൾക്കിഷ്ടമുള്ള ആഗ്രഹമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായി മാറ്റിവെക്കുക. അപ്പോൾ പറഞ്ഞു വന്നത്, ജീവിതം വളരെ ചെറുതാണ്. ഒരു ശമ്പളത്തിന് വേണ്ടി മാത്രം നിങ്ങളുടെ സ്വപ്നങ്ങളെ ബലി കൊടുക്കരുത്. നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ തീർച്ചയായും സാധിക്കും. നിങ്ങളുടെ വരുമാനം ഒരു സ്രോതസ്സിൽ മാത്രം ഒതുങ്ങുന്നിടത്തോളം കാലം നിങ്ങൾ മറ്റൊരാളുടെ സാമ്പത്തിക സുരക്ഷയ്ക്കായി ജോലി ചെയ്യുന്നവർ മാത്രമായിരിക്കും.
അതിനൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുവരെ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും ഉടനെ ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും കേട്ട സ്ഥിതിക്ക് ഒരു കാര്യം കൂടി കമൻറ്റ് ചെയ്യൂ. നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലിയിൽ ശരിക്കും സംതൃപ്തരാണോ? അതോ എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ബിസിനസ് സാമ്പത്തിക അറിവുകൾ ഇനിയും വേണമെങ്കിൽ ദ പ്രോഫിറ്റ് ന്യൂസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓരോ ആഴ്ചയും ഇതുപോലൊരു ഡീപ്പ് അനാലിസിസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൃത്യമായ ബിസിനസ് തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഇത്തരം വീഡിയോകൾ കാണാനും മറക്കരുത്.